വെൽക്കം ടു റെസിപ്പി ടേൽസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി കടച്ചക്ക ബജി. കടച്ചക്ക ബജി ഉണ്ടാക്കുന്നതിനായി കടച്ചക്ക തൊലി ചെത്തി കട്ടി കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടി കുറയ്ക്കരുത്, ഈ ഒരു പരുവത്തിലെടുക്കണം. അതിനുശേഷം കടച്ചക്ക കട്ട് ചെയ്ത് വെള്ളത്തിലിടണം, അല്ലെങ്കിൽ കടച്ചക്കയ്ക്ക് ഓക്സിഡേഷൻ സംഭവിച്ച് ബ്രൗൺ കളറാകും. ഇനി കടച്ചക്ക നമുക്ക് 10 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെക്കാം. സ്റ്റീം ചെയ്യുവാണെങ്കിൽ ബജി ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കാതെയും കടച്ചക്കയുടെ ഉള്ളു വേകാതെയുള്ള പ്രോബ്ലംസ് ഇല്ലാതാകുന്നു. അതിനായി ഒരു 10 മിനിറ്റ് മാത്രം വേവിക്കുക. കൂടുതൽ വേവിച്ചാൽ വേവ് കൂടി കടച്ചക്ക മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ബജി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കടച്ചക്ക എടുക്കുമ്പോൾ നല്ല മൂത്ത കടച്ചക്ക തന്നെ എടുക്കണം. അതായിരിക്കും നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന ബജി ഉണ്ടാക്കുമ്പോൾ. കടച്ചക്ക വേകുന്ന സമയം നമുക്ക് ബജിക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായി കടലമാവ് 1.5 കപ്പ്, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണിത്. കുരുമുളക് പൊടിയുടെ കുത്തൽ ഇഷ്ടമുള്ളവർക്ക് അതും ആഡ് ചെയ്യാം. ഉപ്പ് 1 ടീസ്പൂൺ. എല്ലാം കൂടി കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക. മാവ് കൂടുതൽ ലൂസായി പോവുകയോ കൂടുതൽ കുറുകിപ്പോവുകയോ ചെയ്യരുത്. വേണമെങ്കിൽ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. ബജിക്ക് നല്ല പഫ്നെസ് കിട്ടാനാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ബേക്കിംഗ് സോഡ മാവിൽ ഉപയോഗിക്കുന്നില്ല. കടച്ചക്ക ഈ സമയം 10 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാവിൽ ഓരോ പീസും മുക്കി നന്നായി ചൂടായ എണ്ണയിൽ ഇടുക. അല്പശേഷം കഴിഞ്ഞ് തിരിച്ചിട്ട് ഗോൾഡൻ കളർ ആയതിനു ശേഷം വറുത്ത് കോരുക. കടച്ചക്ക ബജി റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.